ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വയനാട്ടിൽ. ഇന്ന് വയനാട്ടിൽ ന്യൂസ് നമുക്ക് കേൾക്കാം. അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഇത് ആദ്യമല്ല, ഏറ്റവും ഒടുവിലത്തേതാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം. ഇത് ഉൾപ്പെടെ 5 ഉരുൾപൊട്ടലുകളാണ് വയനാട് ജില്ലയിൽ ഉണ്ടായത്. പുത്തുമല ഉൾപ്പെടെ ജില്ലയിലെ 4 ഇടങ്ങളിൽ മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 1984 ജൂലൈ 1 ആദ്യ ഉരുൾപൊട്ടൽ. ചൂരൽമല മേഖലയിൽ ഉണ്ടായത് വയനാടിനെ നടുക്കിയ 5ാമത്തെ ഉരുൾപൊട്ടൽ. ഇതിൽ 3 തവണയും ഉരുൾപൊട്ടിയത് മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന വെള്ളരിമല വില്ലേജിലാണ്. മുണ്ടക്കൈ മേഖല കൂടാതെ പടിഞ്ഞാറത്തക്ക പഞ്ചായത്തിലെ കളം, തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാംതോട് എന്നിവിടങ്ങളിലും വൻ ഉരുൾപൊട്ടൽ ആളപായവും ഉണ്ടായിരുന്നു. 1984 ജൂലൈ 1 ഉച്ചയ്ക്ക് 2:30 മുണ്ടക്കൈ ഉരുൾപൊട്ടിയത്. എന്നാൽ ജൂലൈ 2 സംഭവം. പുറം ലോകം അറിഞ്ഞത് ഷാജി പാപ്പച്ചൻ, വിക്രം സിംഗ് എന്നീ കരിമറ്റ എസ്റ്റേറ്റ് തൊഴിലാളികളും പ്രദേശത്തെ 11 പേരുമാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത്. 1984 ജൂലൈ 1 24 മില്ലിമീറ്റർ മഴയാണ് മുണ്ടക്കൈ പ്രദേശത്ത് രേഖപ്പെടുത്തിയിരുന്നത്. 1992 നാടിനെ നടുക്കിയ മറ്റൊരു ദുരന്തം വയനാട്ടിലുണ്ടാകുന്നത്. പടിഞ്ഞാറത്തക്ക കാപ്പിക്കുളത്ത് ഉണ്ടായ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ 11 പേർ മരിച്ചു. 2019 മുണ്ടക്കൈയുടെ തന്നെ സമീപ പ്രദേശമായ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 17 പേരാണ് മരിച്ചത്. ഇതിൽ 5 ആളുകളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പുത്തുമല മുതിരത്തോടി ഹംസ 58 വയസ്സ്, പച്ചക്കാട് നാച്ചി വീട്ടിലെ അവറാൻ 62 വയസ്സ്, പച്ചക്കാട് കണ്ണൻകാടൻ അബൂബക്കർ 62 വയസ്സ്, പുത്തുമല എസ്റ്റേറ്റിലെ അണ്ണയ്യ 54 വയസ്സ്, പച്ചക്കാട് എടക്കണ്ടത്തിൽ ലബീസ 74 വയസ്സ് എന്നിവരെയാണ് കണ്ടെത്താൻ കഴിയാതെ പോയത്. 2018 കുറിച്യൽമലയിൽ വലിയ ദുരന്തമുണ്ടായെങ്കിലും ജനവാസ മേഖല അല്ലാത്തതിനാൽ ജീവഹാനി ഉണ്ടായിട്ടില്ല. വയനാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി മുണ്ടക്കൈ റൂട്ടിൽ വിവിധ സ്ഥലങ്ങൾ പല കാലങ്ങളായി പല വൻ ദുരന്തങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. 1975 കള്ളാടിപ്പാലം തകർന്ന് 9 പേർ മരണപ്പെട്ടിരുന്നു. കൽപ്പറ്റയിൽ നിന്ന് സർക്കസ് കണ്ട് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച ബസ് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് പാലം തകർന്നത്. അതേസമയം ഇത്രയേറെ പേർക്ക് ജീവഹാനി ഉണ്ടാകുന്ന ദുരന്തം വയനാട്ടിൽ ആദ്യമാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അതിശക്തമായി മരണസംഖ്യ ഉയരുന്നതും നാടിനെ നടുക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 150 കടന്നു. ചൊവ്വാഴ്ച, അതായത് ജൂലൈ 30 പുലർച്ചെ 2 മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുലർച്ചെ 4:10 വീണ്ടും ഉരുൾപൊട്ടൽ. ഇതോടെ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോകുകയായിരുന്നു. മഴയും കനത്ത കോടമഞ്ഞും